കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിലൂടെ ഇന്ന് ഞങ്ങൾ ഒരു പ്രോഡക്റ്റിനെയാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ലുഡിയ എന്ന് പറയുന്ന കമ്പനിയുടെ eBeam എന്ന് പറയുന്ന സ്മാർട്ട് പെൻ. നമ്മളിപ്പോൾ എന്ത് കാര്യം എഴുതുന്ന സമയത്ത് ഒരു നോട്ട്ബുക്ക് അല്ലെങ്കിൽ പേപ്പർ ആവശ്യമാണ് അല്ലേ? ഇതിൽ എഴുതിയ കാര്യങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന, ഡയറക്റ്റായിട്ട് നമ്മൾ എഴുതുമ്പോൾ അപ്പോൾ തന്നെ ഡിജിറ്റലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് ഇപ്പോൾ ലുഡിയ എന്ന് പറഞ്ഞ കമ്പനി eBeam സ്മാർട്ട് പെന്നിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. പേപ്പർലെസ് ആയിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ മാറ്റാൻ വളരെ എളുപ്പത്തിൽ നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ, ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള കാര്യങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ, ഷെയർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഈ ഒരു സ്മാർട്ട് പെന്നിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. പണ്ടത്തെ നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു അല്ലേ, ഈ നോട്ട് എഴുതിയെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. അത് പകർത്തി എഴുതുന്നതും അത് ഫ്രണ്ട്സിൻ്റെ നോട്ട് നോക്കി നോട്ട്സ് എഴുതുന്നതൊക്കെ ഒരു വലിയ ഓർമ്മയും ഭയങ്കര ടെഡീഷ്യസ് ടാസ്ക്കായിട്ട് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോൾ eBeam സ്മാർട്ട് പെൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നേരിട്ട് ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു പെന്ന് 3 കോമ്പോണൻസ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് പെന്ന്, പിന്നെ രണ്ടാമതായിട്ട് ഇതിനുള്ളത് ഒരു കേസും പിന്നെ ഒരു സെൻസറും. നമ്മൾ എന്ത് കാര്യമാണോ ഈ പെന്ന് യൂസ് ചെയ്ത് എഴുതുന്നത് അത് ഈ സെൻസറിൻ്റെ സഹായത്തോടെ അത് ഡിജിറ്റലൈസിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. കേസാണ് ഇതിനെ രണ്ടിനെയും ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ സ്മാർട്ട് പെൻ എന്നുള്ള യൂസ് ചെയ്ത് നമുക്ക് സാധാരണ നോർമൽ പേപ്പേഴ്സിൽ സാധാ പെന്നായിട്ട് യൂസ് ചെയ്യാനും പറ്റും. അതിനോടൊപ്പം ഇതിൻ്റെ കാട്രിഡ്ജ് എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ സ്റ്റൈലസ് തിരിച്ചു വെക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ചാർജിങ് കേസിൻ്റെ ഏറ്റവും താഴെ നിങ്ങൾക്ക് സ്റ്റൈലസ് നെബ് കാണാം, അത് മാറ്റുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇത് ഡിജിറ്റൽ രൂപത്തിലേക്ക് എഴുതുന്ന ഒരു പെന്നായിട്ട് മാറ്റാനും പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ പെന്ന് വാങ്ങിച്ചതിന് ശേഷം eBeam എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡിവൈസ്, അത് മൊബൈൽ ആണെങ്കിൽ മൊബൈൽ, ലാപ്ടോപ്പ് ആണെങ്കിൽ ലാപ്ടോപ്പ്, ഇനിയിപ്പം ടാബ്ലറ്റ് ആണെങ്കിൽ ടാബ്, അപ്പോൾ ഏതാണോ അതുമായിട്ട് ഇതിനെ കണക്ട് ചെയ്ത് കൊടുക്കുക ബ്ലൂടൂത്ത് യൂസ് ചെയ്തിട്ട്. എന്നിട്ട് നിങ്ങൾ ഈ പെൻ യൂസ് ചെയ്ത് എഴുതാൻ പോകുന്ന ആ ഒരു സർഫേസ്, അത് സ്ട്രെയിറ്റ് സർഫേസ് ആയിരിക്കണം. അതൊരു ഇങ്ങനെ കയറി മറിഞ്ഞുള്ള കാര്യമാവരുത്. അത് പേപ്പർ ആയിരിക്കുമല്ലോ, അത് എന്ത് പീസ് ഓഫ് പേപ്പർ ആയാലും കുഴപ്പമില്ല. ചെയ്യേണ്ടത് പേപ്പർ എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഇതിൻ്റെ സെൻസർ അറ്റാച്ച് ചെയ്യാം. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എഴുതി തുടങ്ങാം. നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും ഇനിയിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പേപ്പറിൽ ഡ്രോ ചെയ്യുകയാണെങ്കിലും അതങ്ങനെ തന്നെ ഡിജിറ്റലൈസ്ഡ് ഫോമിലേക്ക് മാറുന്നുണ്ട്. കാട്രിഡ്ജ് യൂസ് ചെയ്യുകയാണെങ്കിൽ സാധാ പെന്നായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റൈലസ് നെബാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് മാത്രമല്ല, റിയൽ ടൈമിൽ നിങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ മറ്റാർക്കെങ്കിലും ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടും നിങ്ങൾക്ക് സാധിക്കും. ഇപ്പോൾ പേപ്പർലെസ് ആയിട്ട് കംപ്ലീറ്റ് മാറുക, ഡിജിറ്റലി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആവുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ ഒരു പുതിയ കണ്ടുപിടുത്തമായിട്ട് എത്തിയിട്ടുള്ളത്. എനിവേയ്സ്, ഇങ്ങനത്തെ ഒരു പെന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ വാങ്ങണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ്, പ്രൈസ്, ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ കിട്ടും. ഇനി നിങ്ങൾ എഴുതുന്നത് ഒരു പേപ്പറിലല്ല, നിങ്ങൾക്ക് ഡിജിറ്റലൈസ് ചെയ്യാൻ പെട്ടെന്ന് പേപ്പറൊന്നും കിട്ടിയില്ല എഴുതാൻ എങ്കിൽ നേരെ നിങ്ങളൊരു ക്ലീൻ സർഫേസിലുള്ള അല്ലെങ്കിൽ പരന്ന് കിടക്കുന്ന വൃത്തിയായി കിടക്കുന്ന ഒരു ടേബിൾ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ മേലെയും നിങ്ങൾ ഈ ഒരു സ്റ്റൈലസ് നെബ് യൂസ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ആ ഒരു എഴുതുന്നതോ വരയ്ക്കുന്നതോ എന്തോ ആവട്ടെ അതും നിങ്ങൾക്ക് ഡിജിറ്റൽ ഫോമിലേക്ക് മാറ്റി കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാൻ, ചാറ്റിന് വേണ്ടി, പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഡ്രോ ചെയ്യാൻ, എല്ലാ രീതിയിലും ഈ ഒരു സ്മാർട്ട് പെൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എനിവേയ്സ്, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പുതിയതായിരിക്കുമെന്ന് വിചാരിക്കുകയാണ്. എക്സൈറ്റഡ് ആണ് എങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഇതിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം. അതുവരെ